കോടീശ്വരനായ വിശിഷ്യ ട്രംപ് ആരാധകനായ ഇലോൺ മസ്ക് അങ്ങനെ ട്രംപിൻ്റെ ഭരണ നേതൃത്വത്തിലേക്ക് കൂടി വരികയാണ്. ക്യാബിനറ്റ് പദവിയോടെ അമേരിക്കൻ ബ്യൂറോക്രസിയിലെ ഗവൺമെൻറ് എഫിഷ്യൻസി വകുപ്പിനെയായിരിക്കും ഇലോൺ മസ്ക് നയിക്കുക. ഇന്ത്യൻ വംശജനായ വിവേക് രാമസ്വാമിയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ തറവാടും പാലക്കാടുമായി അടുത്ത ബന്ധവുമുള്ള വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഈ വിവേക് രാമസ്വാമിയും ഇതേ വകുപ്പിൽ എത്തുമെന്നാണ് ട്രംപ് ടീം വ്യക്തമാക്കിയിരിക്കുന്നത്. വിവേക് രാമസ്വാമി പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലേക്ക് നോമിനേഷൻ നൽകിയിരുന്നുവെങ്കിലും പിന്നീട് ട്രംപിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നു എന്ന് പ്രഖ്യാപിക്കുകയും തൻ്റെ നോമിനേഷൻ പിൻവലിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പ്രതിഫലം കൂടിയാണ് രാമസ്വാമിക്ക് ട്രംപ് നൽകിയതെങ്കിൽ ഇലോൺ മസ്ക് മഹാനാണെന്നും രാമസ്വാമിയെ അമേരിക്കയോട് സ്നേഹമുള്ളയാളാണെന്നുമൊക്കെ ട്രംപ് വിശേഷിപ്പിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇരുവരും വൈറ്റ് ഹൗസിലെ ഓഫീസ് ഓഫ് മാനേജ്മെൻറ്റുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഇലോൺ മസ്കിന് ഉപകാരത്തിന് പ്രത്യുപകാരം എന്ന കണക്കെയാണ് മസ്കിനെ നിയമിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ ഉത്തരവുണ്ടായിരിക്കുന്നത്. അതിന് കാരണം തെരഞ്ഞെടുപ്പിലുടനീളം ട്രംപിൻ്റെ വിശ്വസ്തനായി ഇലോൺ മസ്കും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇലോൺ മസ്ക് ഒരു അമാനുഷിക വ്യക്തിത്വത്തിനുടമയാണ്, അമാനുഷികനാണ് എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയിച്ച ഉടനെയുള്ളൊരു സ്വീകരണ പരിപാടികൾ ട്രംപ് മസ്കിനെ ഇരുത്തിക്കൊണ്ട് മുഖത്ത് നോക്കി മസ്ക് പറഞ്ഞത്. ഒരു കാര്യം വ്യക്തമാണ്, ട്രംപ് എന്ന ശതകോടീശ്വരൻ അമേരിക്ക ഭരിക്കുമ്പോൾ അയാൾക്കൊപ്പം മറ്റൊരു കോടീശ്വരൻ ആ ഭരണത്തിൽ പങ്കാളിയാകുമ്പോൾ ബിസിനസ്സിലെ ലാഭം നഷ്ടം എന്നുള്ള തത്വം ഭരണത്തിലും ഉണ്ടായേക്കും എന്ന കാര്യത്തിൽ ഇനിയൊന്നും സംശയിക്കേണ്ടതില്ല. അതിനുദാഹരണമാണ് ഉക്രൈന് ധാരാളം പണം നൽകുന്നതിനോട് ട്രംപ് വിയോജിച്ചതും താൻ അധികാരത്തിലെത്തിയാൽ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വരുമെന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. മാത്രവുമല്ല, അമേരിക്കയുടെ സമ്പത്ത് മുഴുവൻ ചോർത്തിക്കൊണ്ടു പോവുകയാണ് മറ്റ് രാജ്യങ്ങളെന്നൊക്കെ ഉള്ള അഭിപ്രായവും ഇതേ ട്രംപിനുണ്ട്. അമേരിക്കയുടെ ആയുധപ്പുരകളെല്ലാം ഇപ്പോൾ കാലിയായി കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ സമയത്ത് ട്രംപ് വളരെ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. ഒരു തരത്തിൽ നോക്കിയാൽ ഒരു ബിസിനസ്സുകാരൻ്റെ കണ്ണിൽ ലാഭം മാത്രമാണ് മാനദണ്ഡം. ആ മാനദണ്ഡത്തിലൂടെ ട്രംപ് മുന്നോട്ട് പോകുന്നു എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ട്രംപ് ടീമിൻ്റെ വിസ്മയപ്പെടുത്തുന്ന മറ്റൊരു നിയമനം ഉണ്ടായിരിക്കുന്നത് പ്രതിരോധ വകുപ്പിലാണ്. പ്രതിരോധ വകുപ്പിൽ ഫോക്സ് ന്യൂസ് അവതാരകനും മുൻ നാഷണൽ ഗാർഡ്സ്മാനുമായ പീറ്റ് ഹെക്സത്തിനെ അടുത്ത പ്രതിരോധ സെക്രട്ടറിയിലേക്കുള്ള നോമിനിയായി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സൈനികർക്കും രാജ്യത്തിനും വേണ്ടി ഒരു പോരാളിയായി പീറ്റ് തൻ്റെ ജീവിതം മുഴുവൻ ചെലവഴിച്ചുവെന്നും പീറ്റ് കടുപ്പമുള്ളവനും മിടുക്കനുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് അദ്ദേഹത്തെ അവതരിപ്പിച്ചത്. അമേരിക്ക ഫസ്റ്റ് എന്നത് ട്രംപിൻ്റെ ക്യാമ്പയിൻ വാചകമാണ്. ഈ അമേരിക്ക ഫസ്റ്റ് എന്നതിൽ യഥാർത്ഥ വിശ്വാസമുള്ള ആളാണ് എന്നാണ് പുതിയ പ്രതിരോധ സെക്രട്ടറിയെ പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞത്. ഈ പീറ്റിനെ കുറിച്ച് പറയുമ്പോൾ ട്രംപ് പറഞ്ഞത് അദ്ദേഹം കരുത്തനാണ് എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യുദ്ധക്കൊതിയിൽ അല്പമൊക്കെ മുന്നിലുള്ള ആളാണ് ഹെക്സത്ത് എന്നാണ് പറയപ്പെടുന്നത്. ഹെക്സത്ത് അഫ്ഗാനിസ്ഥാൻ, ഇറാഖ്, ഗോണ്ടനാമോ ബേ എന്നിവിടങ്ങളിലൊക്കെ കാലാൾപ്പടയിൽ സൈനികനായി സേവനമനുഷ്ഠിച്ച വ്യക്തി കൂടിയാണ്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ ജോൺ എഫ് കെന്നഡി സ്കൂൾ ഓഫ് ഗവൺമെൻറ്റിലും പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയിട്ടുണ്ട്. കൂടാതെ ഫോക്സ് ന്യൂസിൻ്റെ അവതാരകനുമായിരുന്നു. ദ വാർ ഓൺ വാരിയേഴ്സ് എന്ന പുസ്തകം ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങൾ ഹെക്സത്ത് രചിച്ചിട്ടുണ്ട്. അതിൽ സായുധ സേനയെ ദുർബലപ്പെടുത്തിയതിന് ഡെമോക്രാറ്റുകളെയും അദ്ദേഹം നിശിതമായി വിമർശിക്കുന്നുണ്ട്. അമേരിക്കൻ സൈന്യത്തെ നവീകരിക്കണമെന്ന അഭിപ്രായവും ഇദ്ദേഹം ഈ പുസ്തകത്തിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിലവിലെ ലോകരാഷ്ട്രീയത്തിൽ ചൈന, ഇറാൻ എന്നീ രാജ്യങ്ങളോട് അതിശക്തമായ വിയോജിപ്പുകളുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ദുഷിച്ച ഭരണകൂടങ്ങൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളെന്നാണ് ഇരു രാജ്യങ്ങളെയും ഹെക്സത്ത് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയുടെ ശക്തിയിലും പ്രതാപത്തിലുമാണ് ലോകത്തിൻ്റെ സമാധാനം എന്ന് വിശ്വസിക്കുന്ന ഇദ്ദേഹം പ്രതിരോധ സെക്രട്ടറിയായാൽ ശക്തിയിലൂടെ ഇറാനുമായുള്ള പ്രശ്നം പരിഹരിക്കുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. അതേസമയം തന്നെ റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ഈ ശക്തിയിലൂടെ സമാധാനം ഇദ്ദേഹം കാണുന്നുമില്ല. നയതന്ത്ര ചർച്ചകളിലൂടെ വിഷയത്തിൽ പരിഹാരം കാണണം എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഷ്യം. ഏതായാലും ട്രംപ് ടീം ഒരുങ്ങുകയാണ്. എന്താവും അവർ കാത്തുവച്ചിട്ടുണ്ടാവുക? മാറുന്ന ലോകക്രമം ബിസിനസ് കണ്ണിലൂടെ മുന്നോട്ട് പോകുമോ, അതല്ല ശക്തിയിലൂടെ പരിഹാരം എന്ന ദാഷ്ട്യത്തിലൂടെ മുന്നോട്ട് പോകുമോ എന്നതൊക്കെ നമുക്ക് കണ്ടറിയാം. Waytonikah.com, the exclusive Muslim matrimonial site.